ഓക്കെ, ഇനി നമ്മൾ ഒന്നാമത്തെ മൊഡ്യൂളിലോട്ടാണ് പോകുന്നത്. ഒന്നാമത്തെ മൊഡ്യൂള് വേവ്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷനാണ് നമ്മൾ പഠിക്കുന്നത്. അതോടെ നിങ്ങളുടെ ക്ലാസ്സുകളെല്ലാം 4 മൊഡ്യൂളിൻ്റെയും ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് കയറി പഠിക്കുക. നല്ല മാർക്കോടുകൂടി തന്നെ എല്ലാവർക്കും പാസ്സാവാൻ പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒപ്പം നമ്മളെ കൂടെ ഒരു സന്തോഷത്തിന് നമ്മുടെ ചാനലിൽ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ ആ ടോപ്പിക്കിലോട്ട് വരാം. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താണ് പീരിയോഡിക് മോഷൻ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ, പീരിയോഡിക് മോഷൻ. ഓക്കെ, പീരിയോഡിക് മോഷൻ. അതിന് എക്സാമ്പിളായിട്ട് നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നത്, അതായത് ഇത് സണ്ണാണെന്ന് വെച്ചാൽ ഇവിടെ സണ്ണുണ്ട്. ഓക്കെ, ആ സണ്ണിന് ചുറ്റും നമുക്കറിയാം ഇവിടെ എർത്ത് നിൽക്കുകയാണ്. എർത്താണ് സങ്കല്പിക്കുക. ഈ എർത്ത് സണ്ണിന് ചുറ്റും കിടന്ന് റിവോൾവ് ചെയ്യുകയാണ്. നമുക്കറിയുന്ന കാര്യമാണ്. സണ്ണിന് ചുറ്റും എർത്ത് കിടന്ന് റിവോൾവ് ചെയ്യുകയാണ്. സപ്പോസ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വിചാരിക്കുക. ഈ പോയിന്റിൽ നിന്നാണ് എർത്ത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ തിരിച്ച് അതേ പൊസിഷനിൽ എത്താൻ നമുക്കറിയാം 365 ദിവസം എടുക്കുമെന്നറിയാം. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് 1 വർഷം, ഇത് തിരിച്ചു വരുമ്പോൾ 2 വർഷം, ഇത് 3 വർഷം, അങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റെഗുലർ ഇൻ്റർവെൽസിന് ഒരു മോഷൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോഷൻസിനെ നമ്മൾ പറയുന്ന പേരാണ് പീരിയോഡിക് മോഷൻ. അപ്പോൾ പീരിയോഡിക് മോഷൻ എന്താണെന്ന് ചോദിച്ചാൽ എഴുതാൻ പറ്റണം. എന്താ പറയുന്നത്? എനി മോഷൻ വിച്ച് റിപ്പീറ്റ്സ് regular interval of time, they are called periodic motions. Any motions which repeat regular intervals of time, such motions are called periodic motion. Periodic motion ന്റെ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞു, revolution of an earth around the sun, അത് പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് പറയാം, പിന്നെ എന്ത് പറയാം, ഇപ്പം നമ്മളൊരു യൂണിഫോം മോഷൻ, ഒരു കല്ല് കയറിൽ കെട്ടിയിട്ട് കറക്കുന്ന മോഷൻ, അവിടെ കോൺസ്റ്റന്റ് സ്പീഡാണെങ്കിൽ, യൂണിഫോം മോഷൻ ആണെങ്കിൽ നമ്മൾ പറയും ഇറ്റ് ഈസ് എ പീരിയോഡിക് മോഷൻസ് എന്ന് പറയും. നമ്മുടെ ഈ ചാപ്റ്ററിൽ പീരിയോഡിക് മോഷനെ പറ്റി അല്ല കൂടുതൽ പ്രാധാന്യത്തോട് നമ്മൾ പഠിക്കുന്നത് എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന്. സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സിമ്പിൾ ഹാർമോണിക്കിന്റെ ഷോർട്ട് ഫോം ആണ് SHM എന്ന് നമ്മൾ എഴുതാറുണ്ട്. ശരി, അതിനെപ്പറ്റി നമുക്ക് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സ്പ്രിങ് എടുക്കാം. ഓക്കെ, ഇതൊരു സ്പ്രിങ് ആണ്. ഈ സ്പ്രിങ്ങിൽ നമ്മൾ മാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഇവിടെ മാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാസ് കൊടുക്കുമ്പോൾ താഴോട്ട് അതിൻ്റെ വെയിറ്റ് കിട്ടും, താഴോട്ട് അതിനൊരു ഫോഴ്സ് കിട്ടും. നിങ്ങൾ ആലോചിക്കുക, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഫോഴ്സ് കൊടുക്കുന്നതിന് പകരം ഇവിടെ ഒരു വെയിറ്റ് നമുക്കിതിനെ പിടിച്ച് വലിക്കാൻ പറ്റുമെങ്കിൽ, ഇങ്ങോട്ട് വലിക്കാൻ പറ്റുമെങ്കിൽ, നമ്മൾ ആ ഫോഴ്സിനെ പറയുന്ന പേരാണ് അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയും. താഴോട്ട് പിടിച്ച് വലിക്കുന്ന ഫോഴ്സ്. അപ്പോൾ ഇതിങ്ങോട്ട് താഴോട്ട് പിടിച്ച് വലിച്ച് ഇത് വിട്ട് കഴിഞ്ഞാൽ ഇത് തിരിച്ചു മുകളിലോട്ട് പോകും. അപ്പം ഇന്റേണലായിട്ട് ഈ ബോഡിക്ക് തന്നെ ഉള്ളിൽ ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. നമ്മൾ താഴോട്ട് പിടിച്ച് വലിക്കുന്ന ഫോഴ്സിനെ പറയുന്ന പേര് അപ്ലൈഡ് ഫോഴ്സ് എന്നാണ്. അപ്പോൾ ഇതിനെ പിടിച്ച് താഴോട്ട് വലിച്ചാൽ ഈ ബോഡീൻ്റെ ഇന്റേണലായിട്ട് തന്നെ ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അത് വിട്ട് കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് പോകും. അപ്പോൾ ആ ഇന്റേണൽ ഫോഴ്സിന്റെ ബോഡീനെ നമ്മൾ പറയുന്ന പേരാണ് റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയും. റീസ്റ്റോറിങ് ഫോഴ്സ്. ഓക്കെ, ഈ റീസ്റ്റോറിങ് ഫോഴ്സ് എന്നുള്ളത് നമ്മളിവിടെ കൂടുതൽ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ഡിസ്പ്ലേസ്മെന്റ് ഉള്ളത് നമുക്ക് കണ്ടു. കുറച്ചാണ് ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് പറയാം കുറച്ച് ഡിസ്പ്ലേസ്മെന്റേ ഉള്ളൂ. അപ്പൊ ഈ പറഞ്ഞ റീസ്റ്റോറിങ് ഫോഴ്സ് കണ്ടോ, ഈ പറഞ്ഞ റീസ്റ്റോറിങ് ഫോഴ്സ് എന്നുള്ളത് പ്രപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഒന്നാമത്തെ കണ്ടീഷനാണ് ഞാൻ പറഞ്ഞത്, റീസ്റ്റോറിങ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്. നിങ്ങൾ ആലോചിക്കുക, ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ താഴോട്ടാണ്. ഡിസ്പ്ലേസ്മെന്റ് പോകുന്നത് നമ്മൾ ഇങ്ങോട്ട് ഫോഴ്സ് കൊടുക്കുമ്പോൾ താഴോട്ടാണ് വരുന്നത്. ഈ ഡിസ്പ്ലേസ്മെന്റും ഈ റീസ്റ്റോറിങ് ഫോഴ്സും എന്നുള്ള ഡയറക്ഷൻ നോക്കുക, ഓപ്പോസിറ്റ് ആണ്. ഒരെണ്ണം താഴോട്ടാണെങ്കിൽ കണ്ട, മറ്റേത് മുകളിലോട്ടാണ്. അപ്പൊ റീസ്റ്റോറിങ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ആ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമ്മൾ പറയും ഇറ്റ് ഈസ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഓക്കെ, ഞാനിവിടെ മാത്തമാറ്റിക്കൽ സെന്റൻസ് ആണ് എഴുതിയിരിക്കുന്നത്. ഈ മാത്തമാറ്റിക്കൽ സെന്റൻസ് നോക്കി നമുക്ക് വായിക്കാൻ പറ്റണം. വാട്ട് ഈസ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും അത് എന്ത് മോഷൻ എക്സിക്യൂട്ട് ചെയ്തിരിക്കും. ഒന്നാമത്തെ പോയിന്റ് നമുക്ക് പറയാം ഇറ്റ് എക്സിക്യൂട്ട് പീരിയോഡിക് മോഷൻ. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ഒരു കോൺസ്റ്റന്റ് F ഈസ് ഈക്വൽ ടു ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റി ഒരു കോൺസ്റ്റന്റ് എഴുതാം.
അപ്പൊ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, ഞാൻ കോൺസ്റ്റന്റിന് ഇവിടെ കെ എന്ന് വിളിക്കുകയാണ്. ഓക്കെ, ഇവിടെ എക്സ് ഉള്ളതുകൊണ്ട് എക്സ് എന്ന് വിളിക്കാം. ഇവിടെ നിങ്ങൾ എടുത്തത് സ്പ്രിംഗ് ആയതുകൊണ്ട് ഇതിനെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കാം. എനിവേ നമുക്ക് അതിനൊരു ജനറൽ ആയിട്ട് ഒരു കോൺസ്റ്റന്റ് എന്ന് എടുക്കാം. നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചതാണ് ഫോഴ്സ്. വാട്ട് ഈസ് ഫോഴ്സ്? നമ്മൾ ന്യൂട്ടന്റെ സെക്കൻഡ് ലോയിൽ പഠിച്ചപ്പോൾ നമ്മൾ അതിനെ ഡിറൈവ് ചെയ്ത് എടുത്തപ്പോൾ നമുക്ക് കിട്ടി ഫോഴ്സ് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് ആക്സിലറേഷൻ. എഫ് ഈസ് ഈക്വൽ ടു എം എ. ഇത് നമ്മൾ പഠിച്ചതാണ്. എഫ് ഈസ് ഈക്വൽ ടു എം എ അല്ലേ? ആ ഇക്വേഷൻ എന്താ ഇവിടെ കൊടുത്ത എം എ ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്ന് എഴുതാം. ഈ എം എ ഞാൻ താഴോട്ട് എഴുതിയാൽ എ ഈസ് ഈക്വൽ ടു മൈനസ് കെ ഡിവൈഡഡ് ബൈ എം ഇൻറ്റു എക്സ് എന്ന് എഴുതാം. ആലോചിക്കുക, കെ ഒരു കോൺസ്റ്റന്റ് ആണ്, മാസ് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഈ രണ്ട് കോൺസ്റ്റന്റിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയതായിട്ട് ഒരു കോൺസ്റ്റന്റ് കിട്ടും. ആ കോൺസ്റ്റന്റിനെ ഞാൻ വിളിക്കുകയാണ് ഒമേഗ സ്ക്വയർ എന്ന്. ഒമേഗ ഇസ് ദി ആൻഗുലാർ വെലോസിറ്റി ഓർ ആൻഗുലാർ ഫ്രീക്വൻസി. ഓക്കെ, ഒമേഗയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിനെ നമ്മൾ കൊടുക്കുമ്പോൾ എ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ജനറൽ എക്സ്പ്രഷൻ. ഓക്കെ, കിട്ടുമല്ലോ. നിങ്ങളിവിടെ ചിലപ്പോൾ നിങ്ങളെ ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഒന്നായിരിക്കത്തില്ല പഠിപ്പിച്ചത്. ഈ ഇക്വേഷൻ നോക്കിയാലും നമുക്ക് കാണാം ആക്സിലറേഷൻ കണ്ട. ഇവിടെ നമുക്ക് പറയാം, ഈ ഇക്വേഷനിൽ നമുക്ക് പറയാൻ പറ്റും ആക്സിലറേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ആക്സിലറേഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സച്ച് മോഷൻസ് ആർ കോൾഡ് സിമ്പിൾ ഹാർമോണിക് മോഷൻസ് എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. ഫോഴ്സ് പറഞ്ഞാൽ ആക്സിലറേഷൻ വരും, അതിൽ തന്നെ ഉണ്ട്, ആ ഇക്വേഷനിലുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് പറഞ്ഞത് എന്താണ് പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞു. എനി മോഷൻ വിച്ച് റിപ്പീറ്റ് റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈം സച്ച് മോഷൻസ് ആർ കോൾഡ് പീരിയോഡിക് മോഷൻ എന്നാണ് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ? ഒന്നാമത് ആലോചിക്കേണ്ട പോയിന്റ് ഇതാണ്. ഇറ്റ് ഈസ് എ പീരിയോഡിക് മോഷൻ. ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഡിസ്പ്ലേസ്മെന്റ്. ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അല്ലെങ്കിൽ നമുക്ക് പറയാം ആക്സിലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഡിസ്പ്ലേസ്മെന്റ് ഓർ ആക്സിലറേഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയാം. അപ്പൊ ഇക്വേഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ എഴുതാൻ പറഞ്ഞാൽ എ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം, ഇക്വേഷൻ എന്നാണ് ഞാൻ പറഞ്ഞത്. അടുത്ത നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചിട്ട് വേണം എഴുതാൻ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണെന്ന് ചോദിച്ചാൽ അതിന് എഴുതാനുള്ള ഉത്തരം ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ ഇക്വേഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് എഴുതിയത്. നമുക്ക് ലാസ്റ്റ് കിട്ടിയ ആൻസർ ഇതാണ്, എ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്ന് കിട്ടി. അത് നമുക്കറിയുന്ന കാര്യമാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, എന്താണ് വെലോസിറ്റി? വെലോസിറ്റി നമ്മൾ പഠിച്ചതാണ്. വെലോസിറ്റി ഇസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് പഠിച്ചത്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് എഴുതാം, അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഫോമിൽ എഴുതിയാൽ ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതാം. ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതാം. ആക്സിലറേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ആക്സിലറേഷൻ ഈസ് ദി ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് ആക്സിലറേഷൻ എന്നുള്ളത്. ഡിഫറൻഷ്യൽ ഫോമിൽ എഴുതിയാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡി വി ബൈ ഡി ടി എന്ന് എഴുതാം. പറയാൻ കുഴപ്പമില്ല. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഡി ബൈ ഡി ടി ഞാൻ അതേപോലെ എഴുതുകയാണ്. ഡി ബൈ ഡി ടി അതേപോലെ എഴുതി. ഈ വെലോസിറ്റിന്റെ ആൻസർ മുകളിൽ പറഞ്ഞ എന്താ? നമ്മൾ പറഞ്ഞു ഡി എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ പറയാം, ഈ വിന്റെ സ്ഥാനത്ത് നമ്മൾ പറഞ്ഞ ആൻസർ ഡി എക്സ് ബൈ ഡി ടി ആണ്. ബാക്കി അതേപോലെ എഴുതി, ഡി ബൈ ഡി ടി എഴുതി. വിന്റെ ആൻസർ ഡി എക്സ് ബൈ ഡി ടി ആണ്. ഡി എക്സ് ബൈ ഡി ടി എഴുതിയിട്ടുണ്ട്. ഇനി ഡിയും ഡിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കറിയാം ഡി സ്ക്വയർ, ഇവിടെ എക്സ് ഉണ്ട്, ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ എന്ന് കിട്ടും. സോ ആക്സിലറേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇതൊന്നും നിങ്ങൾക്ക് വേണ്ട, ഞാൻ ജസ്റ്റ് ഇത് എങ്ങനെ വന്നെന്ന് കാണിച്ചു തന്നതേ ഉള്ളൂ. നിങ്ങൾ ആക്സിലറേഷൻ ഇസ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ആക്സിലറേഷൻ ഇസ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള കാര്യം ആലോചിക്കുക. അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. അപ്പൊ എ കാണുന്നിടത്ത് നമുക്ക് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് എഴുതാം, ഓർ ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ എന്ന് എഴുതാം. വൈ ആക്സിസിലാണ് ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നതെങ്കിൽ. അപ്പൊ നമുക്ക് ഇതിന് പകരം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് കിട്ടി. ഇസ് ഈക്വൽ ടു ബാക്കി ഇവിടെ ഉള്ള മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്ന് കിട്ടി. നോക്കൂ, ഇവിടെ ഉള്ള നെഗറ്റീവ് ടൈം ആണ്, അഴുക്ക പെയിനാണ്. ഇതിനെ എടുത്ത് ഇങ്ങോട്ട് എഴുതിയാൽ പോസിറ്റീവ് ആവും, നല്ല പെയിനാവും. അപ്പൊ നമുക്ക് കിട്ടും ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 0. ദിസ് ഈസ് ദി differential equation of simple harmonic motion. ഓക്കെ ആണല്ലോ. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞ 3 പോയിന്റുകളാണ് പറഞ്ഞത്. എന്താണ് പീരിയോഡിക് മോഷൻ? ജസ്റ്റ് ആലോചിക്കുക, എനി മോഷൻ വിച്ച് റിപ്പീറ്റ് റെഗുലർ ഇന്റർവൽ ഓഫ് ടൈം, ദേ ആർ കോൾഡ് പീരിയോഡിക് മോഷൻ. എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ? സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് എ പീരിയോഡിക് മോഷൻ.
the restoring force is directly proportional to displacement. The restoring force and displacement are in opposite direction, or acceleration is directly proportional to displacement, or acceleration and displacement are in opposite direction. That is the equation of simple harmonic motion. A is equal to minus omega square x. A in the acceleration, omega in the angular velocity, x in the displacement. What is the differential equation of simple harmonic motion? അറിഞ്ഞിരിക്കണം d square x by dt square plus omega square x is equal to 0. കിട്ടുമല്ലോ? കിട്ടും. അപ്പോൾ അത് അത്രയും പോർഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തതിലോട്ട് പഠിക്കുകയാണ്. എന്താണ് നമ്മളൊരു യൂണിഫോം സർക്കുലർ മോഷൻ എടുക്കുമ്പോൾ അതിൻ്റെ പ്രൊജക്ഷൻസ്, എക്സ് ആക്സിസിലുള്ള പ്രൊജക്ഷൻസ് ആയാലും വൈ ആക്സിസിലുള്ള പ്രൊജക്ഷൻസ് ആയാലും അതിൻ്റെ ആൻസർ അത് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ കിട്ടുമെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കത് പ്രൂവ് ചെയ്യാം. അപ്പം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കല്ല് കെട്ടയാണ്, ഒരു കയറിൽ ഒരു ചണത്തിൽ നമ്മൾ കല്ല് കെട്ടിയിട്ട് നമ്മളിങ്ങനെ കറക്കുകയാണ്. കണ്ടോ? കറക്കുമ്പോൾ അതിൻ്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. ശ്രദ്ധിക്കണം, അതിൻ്റെ വെലോസിറ്റി കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യണം. അതൊക്കെ നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചതാണ്. സി, നമ്മൾ ഒരു കല്ല് കെട്ടി ഞാൻ അതിൻ്റെ അവിടെ പിക്ചർ വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെ കറങ്ങുകയാണ്. ഓക്കെ, ഒരു 2 ഡയമെൻഷനിലായിട്ട്. ഓക്കെ, ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ്. അതിൻ്റെ റേഡിയസ് ആണ് എ എന്ന് വിചാരിക്കുക. ഈ പോയിന്റിലെത്തി. നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞു വിട്ടെ, നമുക്ക് അറിയുന്ന കുറച്ച് 2-3 കാര്യം. നിങ്ങൾക്കൊരു വെക്ടർ ഇങ്ങനെയുണ്ട്, ഞാൻ ഇത് പറഞ്ഞതാണ് മുമ്പ് ആദ്യത്തെ ക്ലാസ്സിലൊക്കെ. ഒരു വെക്ടർ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതിനെ 2 കമ്പോണന്റുകളായിട്ട്, 2 മ്യൂച്വലി പെർപെൻഡിക്കുലർ കമ്പോണന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റിസോൾവ് ചെയ്യാമെന്ന് പറഞ്ഞതാണ്. ഇപ്പം ഇവിടെ തീറ്റയാണെങ്കിൽ, ഇത് തീറ്റയാണെങ്കിൽ ഈ സൈഡ് എന്നുള്ളത് എ കോസ് തീറ്റയാണ്. ഇനി തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് സൈഡ് വരുന്ന ഇതാണ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇത് തന്നെയാണ്, ആ കമ്പോണന്റ് എ സൈൻ തീറ്റയാണ്. ഈ ഐഡിയ നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. ബട്ട് ഈസ് പ്രൊജക്ഷൻ എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഈ വെക്ടറിൽ നമ്മൾ മുകളിൽ നിന്ന് ഒരു ലൈറ്റ് അടിച്ചു കൊടുത്താൽ ഇതിന്റെ പ്രൊജക്റ്റഡ് വാല്യൂ എക്സ് ആക്സിസിൽ കിട്ടും. അതുപോലെ തന്നെ വൈ ആക്സിസിൽ നമുക്ക് കിട്ടും. ആ വാല്യൂസ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്, എ സൈൻ തീറ്റയും എ കോസ് തീറ്റയും. പിന്നെ ആ വെക്ടർ ഇല്ല. ഈ പ്രൊജക്ഷൻ വരച്ചു കഴിഞ്ഞാൽ ഈ കമ്പോണന്റ് റിസൾട്ടന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന വെക്ടറാണ് എ എന്നുള്ളത്. ഓക്കെ എന്ന് പറഞ്ഞതുപോലെ, അപ്പോൾ ഇവിടുത്തെ പ്രൊജക്ഷൻ വൈ ആക്സിസിലുള്ള പ്രൊജക്ഷൻ ഈ പി എന്നുള്ള പോയിന്റിൽ എത്തുമ്പോൾ വൈ ആക്സിസിൽ കിട്ടുന്ന പ്രൊജക്ട് ചെയ്യുന്ന വാല്യൂ ഇതാണ്. ആണല്ലോ? ആണ്. ഇനി സപ്പോസ് ഇവിടെ എത്തിയെന്ന് വെച്ചോ, ഈ പാർട്ടിക്കിൾ ഇവിടെ എത്തിയാൽ വൈ ആക്സിസിലോട്ട് പ്രൊജക്ട് ചെയ്യുന്നതിന്റെ വാല്യൂ ഇതാണ്. സപ്പോസ് ഈ പാർട്ടിക്കിൾ ഇവിടെ എത്തിയാൽ ഇവിടെ തന്നെ എത്തും. ഈ പാർട്ടിക്കിൾ ഇവിടെ എത്തിയാലോ വൈ ആക്സിസിലോട്ട് പ്രൊജക്ട് ചെയ്യുന്നതിന്റെ വാല്യൂ ഇതാണ്. ഓക്കെ, ഇവിടെ എത്തിയാലോ ഈ വൈ ആക്സിസിലോട്ട് പ്രൊജക്ട് ചെയ്യുന്നതിന്റെ വാല്യൂ ഇതാണ്. ഇവിടെ എത്തിയാലോ വൈ ആക്സിസിലോട്ട് പ്രൊജക്ട് ചെയ്യുന്നതിന്റെ വാല്യൂ ഇവിടെയാണ്. ഈ പാർട്ടിക്കിൾ ഇവിടെ എത്തിയാലോ വൈ ആക്സിസിൽ പ്രൊജക്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ഇവിടെ എത്തിയാലോ വൈ ആക്സിസിൽ പ്രൊജക്ട് ചെയ്യുന്നതിന്റെ വാല്യൂ ഇതാണ്. ഇവിടെ എത്തിയാലോ വൈ ആക്സിസിൽ പ്രൊജക്ട് ചെയ്യുന്ന വാല്യൂ ഇതാണ്. ഇവിടെ എത്തിയാൽ ഇവിടെ കിട്ടും. അതുപോലെ ഇവിടെ എത്തിയാലോ വൈ ആക്സിസിൽ പ്രൊജക്ട് ചെയ്താൽ ഇങ്ങോട്ട് കിട്ടും. ഇങ്ങോട്ട് എത്തിയാൽ വൈ ആക്സിസ് പ്രൊജക്ട് ചെയ്താൽ ഇവിടെ എത്തും. ഇവിടെ എത്തിയാലോ വൈ ആക്സിസ് പ്രൊജക്ട് ചെയ്താൽ ഇങ്ങോട്ട് കിട്ടും. ഇവിടെ എത്തിയാലോ വൈ ആക്സിസിൽ പ്രൊജക്ട് ചെയ്താൽ ഇവിടെ കിട്ടും. ഇവിടെ എത്തിയാൽ തിരിച്ച് അവിടെ തന്നെ കിട്ടും. അപ്പൊ നിങ്ങൾ നോക്കുക, കൃത്യമായിട്ട് നോക്കണേ. ഈ പാർട്ടിക്കിൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ കറങ്ങുന്നെങ്കിലും ഈ പാർട്ടിക്കിൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. നമ്മൾ വൈ ആക്സിസിൽ പ്രൊജക്ട് ചെയ്തതിന്റെ വാല്യൂ, ആ പോയിന്റുകൾ എങ്ങനെയാണ് നീങ്ങിയിട്ടുള്ളത്? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്നാണ് എത്തി അല്ലെ. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് മുകളിലോട്ട് പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോവുകയാണ്. ഇങ്ങനെ വൈബ്രേഷൻസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വൈ ആക്സിസിൽ പ്രൊജക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഒരു പീരിയോഡിക് മോഷൻ അത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൈ ആക്സിസിൽ. കാണുന്നുണ്ടല്ലോ? ഇതുപോലെ തന്നെ നമുക്ക് എക്സ് ആക്സിസിന്റെ കാര്യം പറയാം. എക്സ് ആക്സിന്റെ കാര്യം ഞാൻ പെട്ടെന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. ഇതേപോലെ നമ്മൾ കല്ല് കെട്ടി കറക്കുകയാണ്. അപ്പോൾ നമ്മൾ വൈ ആക്സിസ് പറഞ്ഞു. ഇനി എക്സ് ആക്സിനെ പ്രൊജക്ട് ചെയ്താൽ ഇങ്ങോട്ടാണ് പ്രൊജക്ട് വരുന്നത്. കണ്ടോ? അപ്പോൾ എക്സ് ആക്സിസിന്റെ പ്രൊജക്ട് ചെയ്യുന്ന വാല്യൂ ഇതാണ്. ഈ പാർട്ടിക്കിൾ ഇവിടെ എത്തിയാൽ എക്സ് ആക്സിസ് പ്രൊജക്ട് ചെയ്താൽ ഇവിടെയാണ്. ഇവിടെ എത്തിയാൽ എക്സ് ആക്സിസ് പ്രൊജക്ട് ചെയ്താൽ ഇവിടെയാണ്. ഇവിടെ എത്തിയാൽ എക്സ് ആക്സിസ് പ്രൊജക്ട് ചെയ്താൽ ഇവിടെയാണ്. ഇവിടെ എത്തിയാലോ എക്സ് ആക്സിസ് പ്രൊജക്ട് ചെയ്താൽ ഇവിടെ എത്തിയാൽ ഇവിടെ തന്നെ. ഇവിടെ എത്തിയാലോ എക്സ് ആക്സിസ് പ്രൊജക്ട് ചെയ്താൽ ഇവിടെ എത്തും. ഇനി ഇവിടെയാണെങ്കിലോ എക്സ് ആക്സിസ് പ്രൊജക്ട് ചെയ്താൽ ഇവിടെ എത്തും. ഇവിടെയാണെങ്കിലോ ഇവിടെ എത്തും. ഇവിടെയാണെങ്കിൽ എക്സ് ആക്സിസ് പ്രൊജക്ട് ചെയ്താൽ ഇവിടെ. ഇവിടെയാണെങ്കിൽ പ്രൊജക്ട് ചെയ്താൽ ഇവിടെ. ഇവിടെയാണെങ്കിൽ ഇവിടെ. ഈ പോയിന്റിലാകുമ്പോൾ ഇവിടെ. പിന്നെ ഇവിടെ എത്തിയാലോ അത് എവിടെ കിട്ടും? ഇവിടെ കിട്ടും. ഇവിടെ എത്തുമ്പോൾ ഇവിടെ കിട്ടും. തിരിച്ച് ഇവിടെ കിട്ടും. അപ്പൊ നിങ്ങൾ ഈ പാർട്ടിക്കിൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എക്സ് ആക്സിസിലെ പ്രൊജക്ഷൻസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യം ഇങ്ങനെ അത് ഓസിലേറ്റ് ചെയ്യുന്ന കാര്യമാണ്. കണ്ടോ? ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണ്.
ഒരു പീരിയോഡിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ. ഇത് അതിന്റെ ഡയമീറ്റർ ആണ്, ഇതും അതിന്റെ ഡയമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഈ ഡയമീറ്ററിലുള്ള പ്രൊജക്ഷൻസിന്റെ വാല്യൂ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെന്ന് ഇപ്പൊ നമ്മൾ കണ്ടു. ഇത് നമ്മൾ കണ്ടു എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. അത് മാത്തമാറ്റിക്കലി കൂടി നമ്മൾ പ്രൂവ് ചെയ്യണം. അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഒരു യൂണിഫോം സർക്കുലർ മോഷൻ എടുക്കുകയാണ്. യൂണിഫോം സർക്കുലർ മോഷൻ എടുത്തു. ഓക്കെ, ഡയമീറ്ററിലുള്ള പ്രൊജക്ഷൻസ് വാല്യൂ എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക. ഇനി ഇത് തൊട്ടുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം, അതിൻ്റെ റേഡിയസ് ആണ്, എ ആണ് അതിൻ്റെ റേഡിയസ് എന്ന് വിചാരിക്കും. ഇതുമായിട്ട് ഈ എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്ത ആംഗിൾ തീറ്റ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ വൈ ആക്സിസിലെ പ്രൊജക്ട് ചെയ്ത വാല്യൂ ഇതാണല്ലോ, ഇങ്ങോട്ടാണ് വൈ ആക്സിസിൽ പ്രൊജക്ട് ചെയ്തത്. ഈ ആംഗിൾ തീറ്റ എങ്കിൽ ഈ ആംഗിളും തീറ്റയാണ്, കാര്യം ഓൾട്ടർനേറ്റ് ആംഗിളാണ്. ഇപ്പൊ ഞാൻ ആ ഒരു ചെറിയ ട്രയാംഗിൾ കിട്ടിയ വരയ്ക്കാം. ഇവിടെ എനിക്ക് ഇങ്ങനെയാണ് ഒരു ട്രയാംഗിൾ കിട്ടിയത്. ഇവിടെ തീറ്റ വാല്യൂ ആണ്. ഇത് ഇത്രയും വൈ ആക്സിസിലെ വാല്യൂ ഉണ്ട്, വൈ എന്ന് ഞാൻ വിളിക്കുന്നു. ഇത് ഇതിന്റെ റേഡിയസ് ആണ്, എ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇവിടെ ഞാൻ സൈൻ കമ്പോണന്റ് കണ്ടുപിടിക്കണം. എന്താണ് സൈൻ തീറ്റ? മാത്സിൽ നിങ്ങൾ പഠിച്ചതാണ്. വാട്ട് ഈസ് സൈൻ? സൈൻ എന്നുള്ളത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ തീറ്റയുടെ ഓപ്പോസിറ്റ് കണ്ട, ഇതാണ് ആംഗിൾ തീറ്റ. ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എന്നുള്ളത് വൈ ആണ്. സോ വൈ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എങ്ങനെ കണ്ടുപിടിക്കും? 90 ഡിഗ്രീന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ്, അതാണ് ഹൈപ്പോട്ടന്യൂസ്. സോ ഇവിടെ എ കിട്ടും. സോ വൈ കണ്ടുപിടിക്കാൻ ഈ എനെ മുകളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു വൈ എന്ന് കിട്ടും. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എലോങ് വൈ ആക്സിസ് നമ്മൾ കണ്ടുപിടിച്ചു. ഒരു പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് എലോങ് വൈ ആക്സിസ് എത്രയാണ്? എ സൈൻ തീറ്റ എന്ന് കിട്ടി. ഇനി 2-3 കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞാൽ കംപ്ലീറ്റ് ആവും. എന്തൊക്കെയാണ് കാര്യങ്ങൾ? നമ്മളൊരു സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന്റെ ബോഡീന്റെ കാര്യത്തിൽ നമ്മളവിടെ വെലോസിറ്റി അല്ല പറയുന്നത്, ആൻഗുലാർ വെലോസിറ്റി ആണ്. ഓർമ്മയുണ്ട്, നമ്മൾ പഠിച്ച കാര്യമാണ്. ഒരു മോഷൻ സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്താൽ വെലോസിറ്റി അല്ല അവിടെ പറയാനുള്ളത്, ആൻഗുലാർ വെലോസിറ്റി. വാട്ട് ഈസ് ആൻഗുലാർ വെലോസിറ്റി? ഞാൻ എവിടെ എഴുതാം? ആൻഗുലാർ വെലോസിറ്റി. ആൻഗുലാർ വെലോസിറ്റി നിങ്ങൾ ഇങ്ങനെയാണ് പഠിച്ചത്, ആൻഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ആൻഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്നാണ് പഠിച്ചത്. ഓക്കെ, അപ്പൊ ആൻഗുലാർ വെലോസിറ്റി നമ്മൾ റെപ്രസെന്റ് ലെറ്റർ ഒമേഗയാണ്. ഇസിക്കൽ ആൻഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഇവിടുത്തെ ആൻഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റയാണ്. തീറ്റ ഡിവൈഡഡ് ബൈ ടൈം എടുത്തത് ടി ആണ്. സോ തീറ്റ നമ്മൾ ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ ഈ ടീനെ മുകളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒമേഗ ടി ഇസിക്കൽ ടു തീറ്റ എന്ന് കിട്ടും. സോ നമ്മളിവിടെ കണ്ടുപിടിച്ച ഡിസ്പ്ലേസ്മെന്റ് എന്താ? y is equal to a sin തീറ്റയാണ്. ആ തീറ്റ കാണുന്നിടത്ത് ഇവിടെ കിട്ടി നമുക്ക് തീറ്റന്റെ ആൻസർ എന്താ? ഒമേഗ ടി. സോ എ സൈൻ ഒമേഗ ടി ആണ് ഇവിടുത്തെ y ആക്സിസിലെ ഡിസ്പ്ലേസ്മെന്റ്. എന്താണ് ഇതിന്റെ വെലോസിറ്റി? വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് എടുക്കുക. സോ dy ബൈ ഡി ടി എടുക്കുക. ഓക്കെ, dy ബൈ ഡി ടി ഓഫ് വൈന്റെ ആൻസർ പറ, എ സൈൻ ഒമേഗ ടി ആണ്. ഓക്കെ, 2-3 മാത്സിലെ കുറച്ച് കാര്യം നിങ്ങൾക്ക് മാത്സ് അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല, ഞാൻ 2-3 കുറച്ച് മാത്സിന്റെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. അതായിരിക്കും കൂടുതൽ ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ആലോചിക്കുക, സൈൻ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സിന്റെ ആൻസർ. സൈൻ എക്സിന്റെ ആൻസർ എടുത്താൽ സൈൻ്റെ ഡെറിവേറ്റീവ് കിട്ടുന്നത് കോസ് എക്സ് ആണ്, അറിഞ്ഞിരിക്കണം. ഇനി വേറൊരു റൂള്, ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ 3x ആൻസർ. സൈൻ 3x ആൻസർ എന്താ? നിങ്ങൾ സൈൻ നേരത്തെ പറഞ്ഞ കണക്ക് സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് ആണ്, അപ്പൊ കോസ് 3x എന്ന് എഴുതി. ഇൻറ്റു ചെയിൻ റൂൾ ആണ്. ഇനി ഇതാ ഈ 3x ഡെറിവേറ്റീവ് എടുക്കുക. 3x ഡെറിവേറ്റീവ് എന്താ? 3. 3x ഡെറിവേറ്റീവ് 3. സോ ഇവിടെ 3 വരും. സോ ആൻസർ കിട്ടുന്നത് 3 cos 3x എന്ന് കിട്ടും. 3 cos 3x. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, ഡി ബൈ ഡി എക്സ് ഓഫ് 5 സൈൻ 2x. ഇതിന്റെ ആൻസർ ഒന്ന് പറയാൻ ശ്രമിച്ചേ. എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? ആദ്യം നമ്മൾ ഈ ചെയ്യുന്നത്, ഇവിടെ ഒരു കോൺസ്റ്റന്റ് ആണ്. സോ ഈ കോൺസ്റ്റന്റ് നമ്മൾ ഡെറിവേറ്റീവിന്റെ പുറത്ത് എഴുതും. അപ്പൊ 5 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ 2x ആണ് ചെയ്യുന്നത്, ആണല്ലോ? ആണ്. അപ്പൊ 5 ഇൻറ്റു സൈൻ്റെ ഡെറിവേറ്റീവ് ആരാ? കോസ് 2x ഇൻറ്റു ഇതിന്റെ ഡെറിവേറ്റീവ് 2x ഡെറിവേറ്റീവ് ആരാ? 2. അങ്ങനെയല്ലേ നിങ്ങൾ ചെയ്ത് പഠിച്ച ഡെറിവേറ്റീവ്. ഈ 5ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 10 cos 2x എന്ന് കിട്ടും. ഇത് നിങ്ങൾ മാത്സിൽ ചെയ്ത അതേ കാര്യമാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്, പുതിയതായിട്ടൊന്നുമല്ല.
അതേപോലെ നോക്കിക്കേ, എ എന്നുള്ളത് റേഡിയസ് ആണ്, റേഡിയസ് ഒരു കോൺസ്റ്റന്റ് ആണ്, ഇവിടെ മാറുന്നില്ല, സർക്കുലർ മോഷന്റെ റേഡിയസ് മാറുന്നില്ല. അപ്പൊ എ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തോട്ട് എഴുതാം, എ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് സൈൻ ഒമേഗ ടി എന്ന് എഴുതാം. എന്താണ് സൈൻ ഒമേഗ? ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ല, ടിയിലാണ് ഡെറിവേറ്റീവ് എടുക്കുന്നത്. ഇവിടെ ടി ഒരു വേരിയബിൾ ഉണ്ട്, സോ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കാം. സൈൻ്റെ ഡെറിവേറ്റീവ് പറ, കോസ് അല്ലെ. അപ്പൊ വെലോസിറ്റി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു കോസ് ഒമേഗ ടി നമ്മൾ എഴുതി. ഇനി ഈ ഒമേഗ ടീന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി ആണ്, സോ ഒമേഗ ആണ് കോൺസ്റ്റന്റ്, ഒമേഗ ഇൻറ്റു 1 എന്ന് വരും അല്ലേ. അപ്പൊ നമുക്ക് ഇതെല്ലാം ഒരുമിച്ച് എഴുതിയാൽ ആൻസർ ആയി വെലോസിറ്റി ഈസ് ഈക്വൽ ടു എ ഒമേഗ കോസ് ഒമേഗ ടി എന്ന് കിട്ടും. സോ അതാണ് നമ്മുടെ വെലോസിറ്റിന്റെ എക്സ്പ്രഷൻ. ഇനി നമ്മൾ ലാസ്റ്റ് ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ഇങ്ങോട്ട് എഴുതാം. ഓക്കെ, അപ്പൊ ഇതൊന്ന് ജസ്റ്റ് മാറ്റിയാണേ. ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? വെലോസിറ്റി കണ്ടുപിടിച്ചു. ആക്സിലറേഷൻ ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. സോ ഡി വൈ ബൈ ഡി ടി ആണ്. സോ ഡി ബൈ ഡി ടി ഓഫ് വെലോസിറ്റിന്റെ ആൻസർ. വെലോസിറ്റി എത്രയാ? എ ഒമേഗ കോസ് ഒമേഗ ടി ആണ്. ആലോചിക്കുക, എ കോൺസ്റ്റന്റ് ആണ്, ഒമേഗ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഡെറിവേറ്റീവിന്റെ പുറത്ത് എഴുതി കഴിഞ്ഞാൽ എ ഒമേഗ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് കോസ് ഒമേഗ ടി എന്ന് എഴുതാമല്ലോ. അപ്പൊ എ ഒമേഗ അവിടെ അതേപോലെ എഴുതി ഇൻറ്റു, ആലോചിക്കുക, കോസിന്റെ ഡെറിവേറ്റീവ് ആരാ? മൈനസ് സൈൻ എക്സ്. സോ കോസിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മൈനസ്, ഇവിടെ എക്സിന് പകരം ഒമേഗ ടി ആണ്. ഇനി ഒമേഗ ടീന്റെ ഡെറിവേറ്റീവ് ഒമേഗയാണ്. വിത്ത് റെസ്പെക്ട് ടു ടി ആണ് എടുത്തത്, അതുകൊണ്ടാണ് ഇൻറ്റു ഇവിടെ ടി എഴുതാതെ 1 വന്നു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് എ ഈസ് ഈക്വൽ ടു, നോക്കിക്കേ, ഇവിടെ ഒരു ഒമേഗ ഉണ്ട്, ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, ആ മൈനസ് ആദ്യം എഴുതാം. സോ ഇവിടെ ഒരു ഒമേഗ ഉണ്ട്, ഇവിടെ ഒരു ഒമേഗ ഉണ്ട്. ഒമേഗ ഇൻറ്റു ഒമേഗ ചെയ്താൽ ഒമേഗ സ്ക്വയർ ആണ്. ബാക്കി ഇവിടെ ആരുണ്ട്? എ സൈൻ ഒമേഗ ടി. അപ്പൊ എ സൈൻ ഒമേഗ ടി ഞാൻ ഒരുമിച്ച് എഴുതി. സോ എ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ. എ സൈൻ ഒമേഗ ടി എന്താ? നമ്മൾ തുടങ്ങിയ എവിടെ നിന്നാ? എ സൈൻ ഒമേഗ ടി എന്നുള്ളത് വൈ ആണ്. സോ വൈ ആണ്. ഇതെന്താ? ആക്സിലറേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്. വൈ ആക്സിസ് എന്നുള്ളത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. Acceleration is proportional to displacement. Acceleration and displacement are in opposite direction. ഇത് എന്താ? സിമ്പിൾ ഹാർമോണിക് മോഷൻ. മാത്തമാറ്റിക്കലി നമ്മൾ പ്രൂവ് ചെയ്തല്ലോ, പ്രൂവ് ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ നമ്മൾ ആക്സിലറേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, വൈ ആക്സിസിന്റെ കാര്യമാണ് പറഞ്ഞത്. സോ നമ്മൾ ഇവിടെ ഡിഫറൻഷ്യൽ ഫോമിൽ എഴുതിയാൽ ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ എന്ന് വേണം എഴുതാം. എക്സിലല്ല നമ്മൾ പറഞ്ഞത്, വൈയിലാണ്. എക്സ് ആക്സിസും എടുത്ത് ഇതേപോലെ നമുക്ക് ചെയ്തു പോകാം, കറക്റ്റ് റിസൾട്ട് തന്നെ കിട്ടും. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ വൈ എന്ന് കിട്ടും. ഇതിനെടുത്ത് ഇങ്ങോട്ട് എഴുതിയാൽ ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ വൈ ഈക്വൽ ടു 0. ദിസ് ഇസ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ വൈൽ എ ബോഡി എക്സിക്യൂട്ടിംഗ് യൂണിഫോം സർക്കുലർ മോഷൻ. കിട്ടുമല്ലോ. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രൂഫ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇച്ചിരി മാത്തമാറ്റിക്സ് ഉണ്ട്, പക്ഷെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ, വലിയ മാത്തമാറ്റിക്സ് ഒന്നും നമ്മൾ അപ്ലൈ ചെയ്തില്ല. എന്നാൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇതൊന്ന് എഴുതി പഠിക്കുക. ഒരു തവണ കണ്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ റിപ്പീറ്റ് ചെയ്ത് കാണുക. ഓക്കെ, ഞാൻ അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. ഓക്കെ, അടുത്ത ടോപ്പിക്കിൽ നിങ്ങൾ എന്താണ് വേവ്സ് എന്നാണ് പഠിക്കുന്നത്. ഓക്കെ, അടുത്ത വേവ്. എന്താണ് വേവ്? വേവ് നിങ്ങൾ കാണാൻ, നിങ്ങൾ സാധാരണ രീതിയിൽ നമ്മൾ ഈ കുളത്തിലൊക്കെ പോയി കുളിക്കൂലേ, പുഴയിലൊക്കെ പോകും. അപ്പം അവിടെ ഒരു ഇത് നിൽക്കുന്നതെന്ന് വെച്ചോ, തെങ്ങ് നിൽക്കുന്നതെന്ന് വെച്ചോ, തെങ്ങിന്ന് ഒരു തേങ്ങ വന്ന് ആ കുളത്തിൽ വീണാൽ നിങ്ങൾ കാണുന്ന കാര്യം എന്താ? ആ കുളത്തിൽ കൂടി ആ തേങ്ങ വന്ന് വീഴുമ്പോൾ ഞാൻ പറയാം എന്താണ് നിങ്ങൾ കാണുന്നത്? ആ തേങ്ങ മുകളിലും താഴെയും പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കാണാം അല്ലേ? ആ കുളത്തിൽ പോയി മുകളിലും താഴെയും പോകും. അപ്പൊ അവിടെ ഓളങ്ങളുണ്ടാവും. ഓളങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് റിപ്പിൾസ്. റിപ്പിൾസ് ഒരു സ്ഥലത്ത് നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെ ഉണ്ടാകുന്ന പാർട്ടിക്കിളിന്റെ മോഷൻ മുകളിലും താഴോട്ടാണ്. അപ്പൊ പാർട്ടിക്കിളിന് ആക്ച്വൽ മോഷൻ ഇല്ലാതെ തന്നെ ഒരു ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഒരു എനർജി ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് പാസ് ചെയ്തു പോയാൽ നമ്മൾ പറയും ഇറ്റ് ഈസ് എ വേവ്. സോ വാട്ട് ഈസ് എ വേവ്? ഇറ്റ് ഈസ് എ ഡിസ്റ്റർബൻസ് പാസിംഗ് ത്രൂ വൺ പോയിന്റ് ടു അനദർ പോയിന്റ് വിത്തൗട്ട് ആക്ച്വൽ മോഷൻ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ്. ഓക്കെ, അതാണ് വേവ്സ് എന്നുള്ളത്. അപ്പൊ നമുക്ക് രണ്ട് ടൈപ്പ് വേവ്സുകളുണ്ട്. സാധാരണ ജനറലായിട്ട് വേവ്സ് എന്നുള്ളത് മെക്കാനിക്കൽ വേവ് ഉണ്ട്,
ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഉണ്ട്, മാറ്റർ വേവ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ആ ജനറൽ ടൈപ്പ് വേവ്സിനെ പറ്റി ഇപ്പോൾ സംസാരിക്കുന്നില്ല, മെക്കാനിക്കൽ വേവ്സിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. 2 ടൈപ്പ് വേവ്സുകളാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ വേവിന്റെ പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ലോഞ്ചിറ്റ്യൂഡിനൽ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് വരുന്നതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവും, അതുപോലെ തന്നെ ട്രാൻസ്വേഴ്സ് വേവ്. ട്രാൻസ്വേഴ്സ് വേവ്. സോ 2 ടൈപ്പ് വേവ്സുകളുണ്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും ഉണ്ട്, ട്രാൻസ്വേഴ്സ് വേവും ഉണ്ട്. സോ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഉള്ളതെന്ന് പറഞ്ഞാൽ, ഇവിടെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യും. നമ്മൾ ഒരു വേവ് വരയ്ക്കുമ്പോൾ അവിടെ പാർട്ടിക്കിൾ, ഞാൻ പറഞ്ഞു തേങ്ങ വന്ന് വീഴുമ്പോൾ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടോ. സോ പാർട്ടിക്കിൾ വൈബ്രേഷൻ എന്നുള്ളത് പാരലൽ ടു വേവ് മോഷൻ ആണെങ്കിൽ, ഒരു വേവ് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഈ വേവിന് അതിന് പാരലായിട്ട് തന്നെയാണ് പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നത്, വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അത്തരം വേവ്സുകളെ നമ്മൾ പറയുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. സോ പാർട്ടിക്കിൾ ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പാരലൽ ടു ദി വേവ് മോഷൻ. Particle in the medium vibrates parallel to the wave motion. ഇവിടെ നമ്മൾ പറഞ്ഞാൽ, ഇവിടെ നോക്കൂ, ട്രാൻസ്വേഴ്സ് വേവ് നമ്മൾ ഇങ്ങനെയല്ലേ എഴുതുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു 90 ഡിഗ്രി കാണാം. 90 ഡിഗ്രി മീൻസ് പെർപെൻഡിക്കുലർ എന്നാണ് മീൻ. സോ ഇപ്പോൾ ഇവിടെ നമ്മൾ പെർപെൻഡിക്കുലർ പറയണം. പാർട്ടിക്കിൾസ് in the wave vibrates, the particles in the medium vibrates perpendicular to the wave motion. ഒരു സ്ഥലത്ത് പാരലൽ ആണെങ്കിൽ മറ്റേ സ്ഥലത്ത് പെർപെൻഡിക്കുലർ എന്നുള്ള ആശയമേ ഉള്ളൂ. ഇവിടെ നോക്കിയാൽ ഫോം ഇൻ ദ കംപ്രഷൻ ആൻഡ് റെയർ ഫ്രാക്ഷൻ. അതായത് ഇവിടെ ഞാൻ ഇപ്പോൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്ന കുട്ടികളൊക്കെ കേൾക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരുപാട് എയർ മോളിക്യൂൾസ് ഉണ്ട്. ഈ എയർ മോളിക്യൂൾസ് ഞാൻ പറയുമ്പോൾ പ്രഷർ വേരിയേഷൻ കാരണം ഇവിടെ ചില എയർ മോളിക്യൂൾസ് അടുക്കാൻ തുടങ്ങും, ചില എയർ മോളിക്യൂൾസ് അവിടെ അടുക്കാൻ തുടങ്ങും, ദൂരാൻ തുടങ്ങും. അങ്ങനെ അടുത്ത് പ്രഷർ കൂടിയ റീജിയനും പ്രഷർ കുറഞ്ഞ റീജിയൻ, പ്രഷർ കൂടിയ റീജിയനും പ്രഷർ കുറഞ്ഞ റീജിയൻ. അങ്ങനെയാണ് ആ വേവ് എന്ത് ചെയ്യുന്നത്, ട്രാവൽ ചെയ്ത് പോയി ആ ഇയർ ഡ്രമ്മിലെത്തി. ആ ഇയർ ഡ്രം വൈബ്രേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞ സൗണ്ട് ഇന്നതാണെന്ന് സെൻസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. സോ അവിടെ എന്തൊക്കെയായിട്ടാണ് പോയത് ഞാൻ ഇവിടെ വരയ്ക്കാം. ഇവിടെ അടുത്തടുത്തുള്ള കണ്ട ഇങ്ങനെ പോയി. പിന്നെ അവിടെ ഉള്ള മീഡിയത്തിലെ പാർട്ടിക്കിൾ കുറച്ച് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത്, മനസ്സിലാവുന്നതെന്തോ, ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് പിന്നെ അടുത്ത് വന്നു, പിന്നെ ദൂരോട്ട് വൈബ്രേറ്റ് ചെയ്ത്, ഇങ്ങനെയാണ് പോകണം. സോ ഇവിടെ കുറച്ച് പാർട്ടിക്കിൾസ് നോക്കിക്കേ അടുത്ത് വന്ന്, ഇതിന് നമ്മൾ പറയുന്ന പേരാണ് കംപ്രഷൻ. ഇനി നോക്കൂ, ദൂരോട്ട് ഇരിക്കുന്ന പാർട്ടിക്കിൾസിനെ പറയുന്ന പേരാണ് റെയർ ഫ്രാക്ഷൻ. സോ ഓൾവേസ് ഇൻ ദ ഫോം ഓഫ് കംപ്രഷൻ ആൻഡ് റെയർ ഫ്രാക്ഷൻ. അതിന്റെ പിക്ചർ നമുക്ക് വരയ്ക്കാം. ഇവിടെ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത് ഇങ്ങനെ വേവ്സ് ആയിട്ടാണ്. ഈ മുകളിൽ വരച്ച പാർട്ടിനെ നമ്മൾ ക്രസ്റ്റ് എന്നും താഴെ വരച്ച പാർട്ടിനെ നമ്മൾ ട്രഫ് എന്നുമാണ് പറയുന്നത്. സോ ഇവിടെ നമ്മൾ മുകളിലോട്ട് വരച്ച പാർട്ട് ക്രസ്റ്റ്, താഴോട്ട് വരച്ച പാർട്ട് ട്രഫ്. അപ്പോൾ ഓൾവേസ് ഇൻ ദ ഫോം ഓഫ് ക്രസ്റ്റ് ആൻഡ് ട്രഫ്. ഇനി നമുക്ക് പറയാം, അപ്പോൾ ഇതിന്റെ പടമൊക്കെ നമ്മൾ വരച്ചു. ചില മെറ്റീരിയൽസിൽ കൂടി നമ്മൾ ഈ വേവിനെ, ഈ പറഞ്ഞ സൗണ്ട് വേവ്സിനെയോ അല്ലെങ്കിൽ വേവ്സിനെ നമ്മൾ കടത്തി വിട്ടാൽ അതിന്റെ ഇന്റൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അത്തരം വേവുകളെ അല്ലെങ്കിൽ അത്തരം നമ്മൾ ഉപയോഗിച്ച സാധനത്തിന് നമ്മൾ പറയുന്ന പേരാണ് പോളറൈസർ. അങ്ങനെ പോളറൈസ് ചെയ്യാൻ പറ്റുന്ന വേവ്സിനെ നമ്മൾ പറയും പോളറൈസ്ഡ് വേവ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ചില വേവ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോളറൈസ് ചെയ്യാൻ പറ്റും. ചില വേവ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പോളറൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പോളറൈസ് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ കനോട്ട് ബി പോളറൈസ്ഡ്. ഇവിടെ പോളറൈസ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, പോളറൈസ് ചെയ്യിപ്പിക്കാൻ പറ്റും, പോളറൈസ്ഡ്. ഓക്കെ, ഇനി എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ഇവിടെ ആരാ, സൗണ്ട് വേവ്സ്. ഇവിടെ നമുക്ക് പറയാം ലൈറ്റ് വേവ്സ്. ലൈറ്റ് വേവ്സ് എന്നുള്ളത് എന്താണ്, ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഓക്കെ, അതാണ് നമ്മൾ വേവ്സ് പറഞ്ഞു, വേവ്സിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. സോ വേവ്സ് എന്താ, വേവ്സ് ഈസ് എ ഡിസ്റ്റർബൻസ്
passes through one point to another point without actual motion of അല്ലെങ്കിൽ actual vibration of molecules. ഇനി പറയാം, there are two types of wave, longitudinal waves and transverse wave. Particle in the medium vibrate parallel to the wave motion, they are called longitudinal wave. Particle in the medium vibrates perpendicular to the wave motion, they are called transverse wave, always in the form of compression and rarefaction. Figure on in the form of crust and trough. Okay, cannot be polarized, can be polarized. Examples of longitudinal waves are sound wave. Examples of transverse are called light waves. Okay, ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത പഠിക്കുന്നതാണ് ഒരു വേവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്. ഓക്കെ, ഒരു വേവിന്റെ ക്യാരക്ടറിസ്റ്റിക്, ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് ആണ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ്. എന്താണ് ആംപ്ലിറ്റ്യൂഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ സാധാരണ ഒരു വേവ് ഇവിടെ വരച്ചപ്പോൾ പറഞ്ഞു, കണ്ട ഇവിടെ ഉള്ള പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ ഫോമിലാണ് കിട്ടിയത്, കണ്ടോ, ഇങ്ങനത്തെ ഫോമിലല്ലേ കിട്ടിയത്. അപ്പൊ ഇവിടെയുള്ള പാർട്ടിക്കിളിന്റെ വൈബ്രേഷൻ ഇങ്ങനെയാണ്, ഇവിടെയുള്ള പാർട്ടിക്കിൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും, ഇവിടെയുള്ള പാർട്ടിക്കിൾ ഇങ്ങനെ, ഇവിടെയുള്ള പാർട്ടിക്കിളിന്റെ മാക്സിമം വൈബ്രേറ്റ് ചെയ്ത് ഇങ്ങനെയാണ്. ഇവിടെ ആകുമ്പോൾ വൈബ്രേഷൻ കുറഞ്ഞു, പിന്നെ കണ്ട ഇവിടെ ഇങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്, ഇവിടെ ഇത്രയും കണ്ട, ഇതിവിടെ മാക്സിമം വൈബ്രേഷൻ ആണ്. സോ മാക്സിമം വൈബ്രേറ്റ് ചെയ്ത മീൻ പൊസിഷൻ എന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ പറഞ്ഞ പേരാണ് ആംപ്ലിറ്റ്യൂഡ്. സോ ഒന്നാമത്തെ ടേം ആണ് ആംപ്ലിറ്റ്യൂഡ്. Amplitude എന്താ? It is the maximum displacement from the mean position of a wave. It is the maximum displacement. It is the maximum displacement from the mean position of a wave. It's called amplitude. Amplitude നെ നമ്മൾ A എന്നുള്ള ലെറ്റർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ക്യാപിറ്റലും സ്മോളും ഉപയോഗിക്കാറുണ്ട്. സോ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ആണ് പറഞ്ഞത്. സോ അതിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ആംപ്ലിറ്റ്യൂഡിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. രണ്ടാമത് പറയുന്നതാണ് ടൈം പീരീഡ്. ടൈം പീരീഡ് അത് നമ്മൾ റെപ്രസെന്റ് ലെറ്റർ ടി ആണ്. ഓക്കെ, എന്താണ് ടൈം പീരീഡ്? അപ്പോൾ ഇതാ ഒരു കംപ്ലീറ്റ് വൈബ്രേഷൻ, ഇവിടെ നിന്ന് ഈ പാർട്ടിക്കിൾ ഇവിടെ നിന്ന് ഇപ്പൊ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ചു, ഇവിടെ പോയി ഇവിടെ നിന്ന് വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഈ പാർട്ടിക്കിൾ ഇവിടെ പോയി തിരിച്ചിവിടെ വരാൻ എത്തുന്ന സമയം കണ്ടോ. അത് നമുക്ക് സിമ്പിളായിട്ട് പറയാം. ഒരു സിമ്പിൾ പെൻഡിലും എടുക്കുകയാണ്, ഞാനൊരു സിമ്പിൾ പെൻഡിലത്തിന് ഇവിടെ നിന്ന് ഓസിലേറ്റ് ചെയ്യിപ്പിക്കുകയാണ്, ഇവിടെ നിന്ന് വലിച്ചു വിട്ടു. അപ്പൊ എന്താ ഈ പെൻഡുലം പോകുന്നത്? ഇവിടെ പോകും, കണ്ടോ, ഇവിടെ പോയി അത് തിരിച്ച് ഇവിടെ എത്തുന്ന സമയത്തിന് പറഞ്ഞ പേരാണ്. ഇവിടെ പോയി തിരിച്ച് ഇവിടെ എത്തുന്ന സമയത്തിന് പറഞ്ഞ പേരാണ് ടൈം പീരീഡ്. അപ്പൊ വാട്ട് ഈസ് ടൈം പീരീഡ്? ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ ഓർ വൺ വൈബ്രേഷൻ. ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ ഓർ വൺ വൈബ്രേഷൻ. ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം അല്ലെങ്കിൽ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനെ പറഞ്ഞ പേരാണ് ടൈം പീരീഡ്. ടൈം പീരീഡിനെ നമ്മളെ യൂണിറ്റ് എന്താണ്? ടൈമിന്റെ യൂണിറ്റ് എന്താ? സെക്കൻഡ്. സോ യൂണിറ്റ് ഓൾസോ സെക്കൻഡ് തന്നെയാണ്. അടുത്തത് നമ്മൾ പഠിക്കുന്നതാണ് എന്താണ് ഫ്രീക്വൻസി. ഓക്കെ, നമ്മളിപ്പോ പഠിക്കുന്നു ഫ്രീക്വൻസി എഫ് എന്നുള്ള ലെറ്റർ ആണ്. നിങ്ങൾ ഇനി അങ്ങോട്ടൊക്കെ പഠിക്കുമ്പോൾ ആലോചിക്കുക, ഫ്രീക്വൻസി നമ്മൾ സാധാരണ റെപ്രസെന്റ് ലെറ്റർ ന്യൂ എന്നുള്ള ലെറ്റർ ആയിരിക്കും. ഓക്കെ, ഞാൻ ഇപ്പൊ എഫിൽ എഴുതാം, കുഴപ്പമില്ല. ഇപ്പൊ എഫ്. ഓക്കെ, എഫ്. അപ്പൊ എന്താണ് ഫ്രീക്വൻസി എന്നുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു ഒരു സെക്കൻഡിൽ എന്ത് മാത്രം വൈബ്രേഷൻ എക്സിക്യൂട്ട് ചെയ്തു, അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ എന്ത് മാത്രം ഓസിലേഷൻസ് എക്സിക്യൂട്ട് ചെയ്തു, ആ നമ്പറിനെ പറഞ്ഞ പേരാണ് ഫ്രീക്വൻസി. നമ്പർ ഓഫ് വൈബ്രേഷൻസ് ഇൻ യൂണിറ്റ് ടൈം, അല്ലെങ്കിൽ പറയാം നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ യൂണിറ്റ് ടൈം ഈസ് കോൾഡ് ഫ്രീക്വൻസി. ഫ്രീക്വൻസിനെ നമ്മൾ ഒരു ഇക്വേഷൻ വെച്ച് പറയാറുണ്ട്, ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/t. അപ്പൊ എങ്ങനെ പറയാം? 1 എടുത്ത് ഡിവൈഡഡ് ബൈ ടി. അപ്പൊ നമ്മൾ പറയുന്നതാണ് ഇറ്റ് ഇസ് എ റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ്. ഇറ്റ് ഇസ് എ റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് ഈസ് ഫ്രീക്വൻസി. യൂണിറ്റ് പലതവണ പരീക്ഷയ്ക്ക് വന്നു, ഇത്തവണത്തെ പരീക്ഷയിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. യൂണിറ്റ് പഠിക്കുക, ഫ്രീക്വൻസിന്റെ യൂണിറ്റ് അറിയണം, ഹെഡ്സ് ആണ്. ഹെഡ്സ് അല്ലെങ്കിൽ നമുക്ക് പറയാം ഇവിടെ 1 ആണ്, 1 അതേപോലെ എഴുതി, സമയത്തിന്റെ യൂണിറ്റ് സെക്കൻഡ്. സോ 1/സെക്കൻഡ്, ഫ്രീക്വൻസിന്റെ യൂണിറ്റ് 1/സെക്കൻഡ് അല്ലെങ്കിൽ (10⁻⁻1) ഹെഡ്സ്. ഇതൊക്കെ പറയാൻ പറ്റുമല്ലോ? പറ്റും. അപ്പൊ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് പറഞ്ഞു, ടൈം പീരീഡ് എന്താണെന്ന് പറഞ്ഞു, ഫ്രീക്വൻസി എന്താണെന്ന് പറഞ്ഞു. അടുത്ത വേവ് ലെങ്ത്. എന്താണ് വേവ് ലെങ്ത്? വേവ് ലെങ്തിന് നമ്മൾ റെപ്രസെന്റ് ലെറ്റർ ആണ് ലാംഡ. സോ നമ്മളിവിടെ ഒരു വേവ് എടുക്കുകയാണ്, കണ്ടോ, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വേവിനെ എടുക്കും. 2 കൺസിക്യൂട്ടീവ് ക്രസ്റ്റുകൾ, ഇതാണ് ക്രസ്റ്റ്, അല്ലെങ്കിൽ 2 കൺസിക്യൂട്ടീവ് ട്രഫുകൾ, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ വിളിച്ച പേരാണ്, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടോ, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ വിളിച്ച പേരാണ് വേവ് ലെങ്ത്. വേവ് ലെങ്ത്. സോ വാട്ട് ഈസ് വേവ് ലെങ്ത്?
It is the distance between two consecutive crust or trough. It is the distance between two consecutive crust or trough is called wavelength. Wavelength ന്റെ യൂണിറ്റ് length ന്റെ യൂണിറ്റ് എന്താ മീറ്റർ. സോ wavelength ന്റെ യൂണിറ്റ് എന്തായിരിക്കും മീറ്റർ തന്നെയായിരിക്കും. ഇനി നമ്മൾ വേവ് വെലോസിറ്റി ആണ് നമ്മൾ പഠിക്കുന്നത്. അടുത്ത ടൈം വേവ് വെലോസിറ്റി ഫേസ് എന്നുള്ളൊരു ടേമും കൂടിയുണ്ട്. ഫേസ് വേവ് വെലോസിറ്റി. ഫേസ് എന്താ? ഇപ്പൊ പാർട്ടിക്കിൾ ഓസിലേറ്റ് നമ്മളിപ്പോ നേരത്തെ ഒക്കെ എഴുതിയപ്പോൾ y = a sin omega t ഇങ്ങനെയാണ് എഴുതിയത്. അപ്പൊ ഈ ആംഗിളിൽ വരുന്ന ടേമിന് നമ്മൾ പറഞ്ഞ പേരാണ് ഫേസ്. അപ്പൊ ഇനിഷ്യലി ഒരു പെൻഡിലും എടുത്താൽ ഇവിടെ നിന്നാണ് ഓസിലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിന്നാണ് പെൻഡിലും എടുക്കുന്നതെങ്കിൽ ഓസിലേഷൻ ഇവിടെ നിന്നാണ് നടക്കുന്നതെങ്കിൽ അതിന്റെ ഫേസ് അത്രയാണ് 0 ആണ്. മറിച്ച് ഒരു ആംഗിളിലാണ് ഓസിലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു 30 ഡിഗ്രി ആണ് ഓസിലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 45 ഡിഗ്രി ആണ് ഓസിലേറ്റ് ചെയ്യുന്നത്, 60 ഡിഗ്രിയിലാണ് ഓസിലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതാണ് അതിന്റെ ഫേസ്. മീൻ പൊസിഷനും എവിടെ നിന്നാണോ ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് തമ്മിലുള്ള ഫേസ് ഡിഫറൻസിന് അല്ലെങ്കിൽ അത് തമ്മിലുള്ള ആംഗിളിനെ നമ്മൾ പറഞ്ഞ പേരാണ് ഫേസ് എന്നുള്ളത്. ഓക്കെ, അടുത്ത നമ്മൾ പറയുന്നതാണ് വേവ് വെലോസിറ്റി. എങ്ങനെയാണ് വേവ് വെലോസിറ്റി എഴുതാൻ പറ്റുന്നത്? വേവ് വെലോസിറ്റി എന്താ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ്, wave in unit time divided by time taken. Velocity is equal to displacement by time എന്നുള്ള ഇക്വേഷൻ ആണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ വെലോസിറ്റി v is equal to യൂണിറ്റ് ടൈമിലെ വേവ് ലെങ്ത് ഇത് ഇത്രയും കവർ ചെയ്തെങ്കിൽ ലാംഡ നമുക്ക് അവിടെ എഴുതാം. അതിനെടുത്ത സമയം ടൈം പീരീഡ് t ആണെന്ന് വിചാരിക്കും. എന്താണ് 1/t? ഇവിടെ പറഞ്ഞു 1/t നെ നമ്മൾ ഫ്രീക്വൻസി എന്നാണ് പറഞ്ഞത്. സോ v is equal to ഇതിനെ നമുക്ക് 1/t ഇൻറ്റു ലാംഡ എന്ന് എഴുതാം. 1 ഇൻറ്റു ലാംഡ ചെയ്താൽ ലാംഡ കിട്ടും. സോ ലാംഡ/t. സോ 1/t നെ നമ്മൾ പറഞ്ഞു f ആണ്. സോ v is equal to f ഗുണം ലാംഡ. v is equal to f ലാംഡ. ഇതാണ് വേവ് വെലോസിറ്റി അല്ലെങ്കിൽ വെലോസിറ്റിന്റെ എക്സ്പ്രഷൻ. ഒരു വേവിന്റെ വെലോസിറ്റിന്റെ എക്സ്പ്രഷൻ ആണ് ഞാൻ പറഞ്ഞത്. v എന്നുള്ളത് വെലോസിറ്റി ആണ്, f എന്നുള്ളത് ഫ്രീക്വൻസി ആണ്, ലാംഡ എന്നുള്ളത് വേവ് ലെങ്ത് ആണ്. ഓക്കെ, ഇനി അതിനെപ്പറ്റി നമ്മൾ ജനറൽ ആയിട്ട് വേവ്സിനെ പറ്റി എല്ലാം നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഓഡിയബിൾ ആയിട്ടുള്ള ഹിയറിംഗ് ചെയ്യാം. 2-3 ടോപ്പിക്ക് കൂടെ കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിയും. ഓക്കെ, എന്താണ് അടുത്ത? നമുക്ക് ഓഡിയബിൾ ആയിട്ട് കേൾക്കാൻ പറ്റുന്ന സൗണ്ട്. ഓക്കെ, ഓഡിയബിൾ ആയിട്ട് നമുക്കറിയാം കേൾക്കാൻ പറ്റുന്ന സൗണ്ടിന്റെ റേഞ്ച്, ഒരു ഹ്യൂമന് കേൾക്കാൻ പറ്റുന്ന റേഞ്ച് എന്നുള്ളത് 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയാണ്. ഓക്കെ, അപ്പൊ 20 കിലോ ഹെർട്സിന് താഴെയുള്ള സൗണ്ടുകളെ നമ്മൾ ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് പറയും. സോണിക് സൗണ്ട് എന്ന് പറയും. ഈ 20K മുകളിലുള്ള സൗണ്ടുകളെ നമ്മൾ അൾട്രാ സോണിക് സൗണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഹ്യൂമന് ഈ 2 റേഞ്ചിലുള്ള സൗണ്ടും കേൾക്കാൻ പറ്റില്ല. ഇൻ ബിറ്റ്വീൻ ഈ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് ഇതാണ്, അൾട്രാസോണിക് സൗണ്ടിനെ പറ്റിയാണ്. നിങ്ങൾക്കറിയാം അൾട്രാസോണിക് സൗണ്ട് ചില ഹോസ്പിറ്റലുകളിലൊക്കെ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ? അൾട്രാസോണിക് സ്കാൻ എന്നൊക്കെ. അൾട്രാ സ്കാൻ എടുക്കാൻ പോകും. സോ മെഡിക്കൽ ഫീൽഡിൻ്റെ അകത്ത് നമ്മൾ അൾട്രാസോണിക് സൗണ്ടിനെ ഉപയോഗിക്കുന്നുണ്ട്. കിഡ്നി സ്റ്റോൺ പോലെയുള്ളതൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി, സ്കാനിങ് പർപ്പസിന് വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? സ്കാനിങ്ങിന് വേണ്ടി എന്ത് ഉപയോഗിക്കുന്നുണ്ട്? അൾട്രാസോണിക് സൗണ്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഒരു മെറ്റൽസ് നമ്മളിപ്പോൾ സാധാരണ ഗ്യാസ് വലിയ മെറ്റൽസിൽ കൂടിയാണ് ഗ്യാസ് നമ്മൾ കടത്തി വിടുന്നതെങ്കിൽ ഗ്യാസിൻ്റെയൊക്കെ ലീക്കേജ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും ഇതാണ് അൾട്രാസോണിക് സൗണ്ടുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫോൾട്ട്സ് ഇൻ മെറ്റൽസിൻ്റെ ഫോൾട്ട്സ് ഇൻ മെറ്റൽസിൻ്റെ ഫാൾട്ടുകൾ നമുക്കറിയാൻ വേണ്ടി ഉപയോഗിക്കും. ഇനി സോണാർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് സോണാർ എന്നുള്ളത് സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് ആണ്. ഈ ഈ മുങ്ങിക്കപ്പലുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കപ്പലാണെന്ന് വിചാരിക്കും, ഒരു മുങ്ങിക്കപ്പലാണ്. ഓക്കെ, ഇതിങ്ങോട്ട് പോകണം. അപ്പോൾ ഇവിടെ എന്തെങ്കിലും വേറൊരു മുങ്ങിക്കപ്പൽ, വേറെ അയൽ രാജ്യത്തിനുള്ള മുങ്ങിക്കപ്പൽ വരെയാണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ നമ്മൾ സൗണ്ട് വിടും, കണ്ടോ? ഇവിടെ നിന്ന് തരംഗങ്ങളെ പോയി വിടും. അപ്പോൾ ഇതിൽ വന്ന് റിഫ്ലക്ട് ചെയ്ത് അത് തിരിച്ചിങ്ങോട്ട് വരും. അപ്പോൾ റിഫ്ലക്ട് ചെയ്ത് വരുന്നെങ്കിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടായാലേ പറ്റൂ.
അപ്പം നമുക്ക് മനസ്സിലാവാൻ പറ്റും ഇവിടെ ആരോ നമുക്ക് പണി തരാൻ വരുന്നുണ്ട്, ക്ലിയർ ആയിട്ട് നമ്മൾ ജാഗ്രത കരുതിക്കൊള്ളണം. അപ്പോൾ അതിനൊക്കെ നമ്മൾ മിലിറ്ററി സോണാറിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? അൾട്രാസോണിക് സൗണ്ടുകളാണ്. ഇനി എക്കോ ഡെപ്തിങ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എക്കോ ഡെപ്തിങ് ഇതിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഈ സോണാറിന് ആപ്ലിക്കേഷൻസുകൾ വരുന്നുണ്ട്. അപ്പോൾ കട്ടിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്, സോൾഡറിങ്, ഇതിനൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? അൾട്രാസോണിക്സ് വേവുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ സാധാരണ രീതിയിൽ എക്സാമിന് ചോദിക്കാറുണ്ട്. എന്താണ് അൾട്രാസോണിക് സൗണ്ട് എന്നുള്ളതെന്ന് പറഞ്ഞാൽ എബോവ് 20 kHz നമ്മൾ അൾട്രാസോണിക് സൗണ്ടുകൾ എന്ന് പറഞ്ഞു. അത് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ വരുന്ന സ്കാനിങ്ങിൽ വരുന്നു. ഫൗൾസ് ഇൻ മെറ്റൽസിന്റെ ഫൗൾസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നു സോണാർ. വാട്ട് ഈസ് എ ഫുൾ ഫോം? ഒരു മാർക്കിന് ചോദ്യം വരുന്നതാണ് സോണാർ അക്കം. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് ആണ് സോണാർ. എക്കോ ഡെപ്ത് സൗണ്ടിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ പറഞ്ഞ കട്ടിങ്ങിനൊക്കെ ഉപയോഗിക്കും അൾട്രാസോണിക് സൗണ്ട്. ഫ്രീക്വൻസി കൂടുതലാണ്, അപ്പോൾ എനർജി കൂടുതലാണ്, അതുകൊണ്ടാണ് നമ്മൾ കട്ടിങ്ങിന് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ രണ്ട് കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് റിവർബ്രേഷൻ, അതുപോലെ തന്നെ എക്കോ എന്താണ്? അപ്പൊ എക്കോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ ഇവിടെ ഒരു നമ്പർ എഴുതിയിരിക്കുകയാണ്, 0.1 സെക്കൻഡ്. സാധാരണ ഒരു ഹ്യൂമൻ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെവിയിൽ ആ സൗണ്ട് തങ്ങി നിൽക്കുന്നത് 0.1 സെക്കൻഡ് വരെ തങ്ങി നിൽക്കാൻ കഴിവുണ്ട്. 0.1 സൗണ്ട് വരെ ഒരാൾ പറഞ്ഞാൽ എൻ്റെ ചെവിയിൽ അത് തങ്ങി നിൽക്കാനുള്ള കഴിവുണ്ട്. ചില ആളുകൾ പറയുന്ന സൗണ്ട് ഇങ്ങനെ മുഴങ്ങി കേൾക്കാറുണ്ടല്ലേ, കുറച്ചു നേരം ഒരു മുഴക്കം നമുക്ക് തോന്നും. എക്കോ അല്ലാതെ ഒരു ചെറിയ മുഴക്കം ഒരു കേൾക്കാറുണ്ട്. അപ്പം അതിന് നമ്മൾ പറഞ്ഞ പേരാണ് റിവർബ്രേഷൻ. അപ്പം റിവർബ്രേഷൻ എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഈ 0.1 സെക്കൻഡിന് താഴെ സൗണ്ടുകൾ കേൾക്കുമ്പോൾ 0.1 സെക്കൻഡിന് താഴെ സൗണ്ടുകൾ വന്ന് നമ്മുടെ ചെവിക്കുള്ളിൽ കേൾക്കുമ്പോൾ ആ സൗണ്ട് എന്ത് ചെയ്യും? അത് റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും? നമുക്ക് ഒരു മുഴക്കമായിട്ട് കേൾക്കും. അതിന് നമ്മൾ പറഞ്ഞ പേരാണ് റിവർബറേഷൻ. അതുപോലെ തന്നെ എക്കോ എന്താണ്? എക്കോ എന്നുള്ളത് നമ്മൾ സാധാരണ കേൾക്കാറുള്ള കാര്യമാണ് അല്ലേ. നമ്മൾ പറയുന്ന സൗണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുക? തിരിച്ചു കേൾക്കുന്നു. അപ്പൊ അതിൻ്റെ ഉള്ള ടൈം എന്നുള്ളത് 0.1 സെക്കൻഡിനെ കാട്ടി കൂടുതലായിരിക്കും. ഇവിടെ ബിഫോർ ആണെങ്കിൽ ഇവിടെ ആഫ്റ്റർ. അപ്പൊ കൂടുതൽ സമയം കഴിഞ്ഞ് റിഫ്ലക്ട് ചെയ്ത് വരുന്ന സൗണ്ട് നമ്മുടെ ചെവിയിൽ കേൾക്കുന്നതിനെ പറയുന്ന പേരാണ് എക്കോ. എക്കോന്റെ മിനിമം ഡിസ്റ്റൻസ് നിങ്ങൾക്കറിയാം, 17 മീറ്റർ എങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുകയേ ഉള്ളൂ. എക്കോ പറഞ്ഞ സൗണ്ട് തന്നെ തിരിച്ച് റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുന്ന സൗണ്ടിനെ പറഞ്ഞ പേരാണ് എക്കോ. ഈ അക്യൂസ്റ്റിക്സ് ബിൽഡിംഗ് ഒക്കെ നമ്മൾ പറഞ്ഞു, ഒരു ബിൽഡിംഗ് ഒക്കെ പണിയുമ്പോൾ അവിടെ ഒരു ഓഡിറ്റോറിയം ആയാലും അതേപോലെ തിയേറ്റേഴ്സ് ഒക്കെ ആയാലും ഒരു ബിൽഡിംഗ് ഒക്കെ പണിയുമ്പോൾ അവിടെ എന്താണ് സൗണ്ടിനെ പറ്റി നമ്മൾ സ്റ്റഡി ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ പറയുന്ന സൗണ്ട് മുഴങ്ങി കേട്ടോണ്ടിരിക്കും. നമ്മൾ തിയേറ്ററിലൊക്കെ ആണെങ്കിൽ ഒരു സ്ഥലത്ത് സൗണ്ട് ഉണ്ടെങ്കിൽ അങ്ങ് ദൂര സ്ഥലത്ത് എത്താതെയൊക്കെ. അപ്പൊ അതിനെ പറ്റിയുള്ള സ്റ്റഡി ചെയ്യുന്ന ബ്രാഞ്ചിനെ പറഞ്ഞ പേരാണ് അക്യൂസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ എന്തൊക്കെയാണ് ഈ റിവർബറേഷൻ അല്ലെങ്കിൽ എക്കോ ഒക്കെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്? നമുക്കറിയാം, തിയേറ്റേഴ്സിലൊക്കെ നമ്മൾ പോയിരിക്കുന്നതാണ്. അപ്പൊ തിയേറ്റേഴ്സിലൊക്കെ നമ്മൾ നല്ല അടിപൊളി കസേരയിലൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ കുഷ്യൻ കൊണ്ടുള്ള കസേരകൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എക്കോ അല്ലെങ്കിൽ റിവർബറേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ സീലിങ്സ് ഉണ്ടെങ്കിൽ, നല്ല സീലിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ റിവർബറേഷൻ കുറയ്ക്കാം. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ഓപ്പൺ വിൻഡോ കൂടുതലുണ്ടെങ്കിലും കാർപ്പറ്റുകൾ അല്ലേ, തിയേറ്റേഴ്സിനകത്തൊക്കെ പോകുമ്പോൾ കാർപ്പറ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ കാർപ്പറ്റൊക്കെ വെക്കുന്നത് ഈ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ കാർബോർഡ് സൗണ്ട് അബ്സോർബ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഉണ്ട്. അപ്പൊ അത്തരം മെറ്റീരിയൽസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ റെഡ്യൂസ് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പൊ ഇത്രയാണ് ഒന്നാമത്തെ മൊഡ്യൂളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യം. സിമ്പിൾ ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ ആയതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇതിനെപ്പറ്റി പറയാതിരുന്നത്. കാര്യം നമുക്ക് വളരെ പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റും. ബാക്കിയുള്ള മൊഡ്യൂൾ നിങ്ങൾ നോക്കുക, 3-ാമത്തെ മൊഡ്യൂൾ 4-ാമത്തെ മൊഡ്യൂളൊക്കെ ഒത്തിരി വലിയ വാസ്റ്റ് സിലബസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ആ വീഡിയോ ഇട്ടത്. ഈ മൊഡ്യൂൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1-ാമത്തെ മൊഡ്യൂളായാലും 2-ാമത്തെ മൊഡ്യൂളായാലും ഒരു പരിധി വരെ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. കുറച്ച് കാര്യങ്ങളുണ്ട് എക്സ്ട്രാ ആയിട്ട്, എന്നാൽ പോലും നമുക്ക് പഠിച്ച് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന മൊഡ്യൂളാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ ഈ വീഡിയോ കണ്ടതിന് പിന്നെ ഒരിക്കൽ കൂടി എന്ത് ചെയ്യുന്നു?
ഞാൻ താങ്ക്സ് പറയണം. താങ്ക്സ് മാത്രം പോരാ, നിങ്ങൾ കൃത്യമായിട്ട് നല്ലതുപോലെ മാർക്ക് ഈ ചിലർ വിചാരിക്കുന്നുണ്ട് ഞാൻ എന്തോ കാര്യത്തിന് വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത്. അങ്ങനെയല്ല, ഒരിക്കലും ഒരു കുട്ടി പോലും അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയാണ്. കാര്യം ഈ കോളേജിൽ വന്ന് പലപ്പോഴും പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുന്ന കുട്ടികൾക്ക് പല കാരണങ്ങളുണ്ട്, ഞാൻ പറയുന്നില്ല, കാരണങ്ങൾ എടുത്ത് ഞാൻ പറയുന്നില്ല. കുറച്ച് കുട്ടികളുടെ പ്രശ്നങ്ങൾ കൊണ്ട് പഠിക്കാൻ പറ്റാത്ത കുട്ടികൾ വീട്ടിലെങ്കിലും കൃത്യമായിട്ട് ഇത് പോയി, ചില കുട്ടികളാണെങ്കിൽ ക്ലാസ്സിൽ കയറാൻ പറ്റത്തില്ല, കളിയെന്നും പറഞ്ഞ് നടക്കും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്കും എങ്ങനെയാണ് ഇത് നന്നായിട്ട് പഠിച്ചെടുത്ത് നമുക്ക് പരീക്ഷയിൽ നല്ല മാർക്കോട് കൂടി അവനൊക്കെ എങ്ങനെ വിജയിക്കാൻ പറ്റും എന്നുള്ള ഒരു ആശയത്തിൽ തുടങ്ങിയ ഒരു ക്ലാസ്സുകളാണിത്. അതല്ലാതെ വേറെ ഒരു മീനിങ്ങിലും തുടങ്ങിയതല്ല. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, ഈ ചാനലിലെ വീഡിയോ അപ്ലോഡ് ചെയ്തതിൽ 4 മൊഡ്യൂളിൻ്റെയും, ഒന്നാമത്തെ മൊഡ്യൂൾ അപ്ലോഡ് ചെയ്ത് 2, 3, 4 മൊഡ്യൂളിൻ്റെയും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് കാണുക. കണ്ടിട്ട് നമുക്കെല്ലാം ആയെന്നല്ല, കൃത്യമായിട്ട് അത് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് പഠിക്കുക. അത് പരീക്ഷയ്ക്ക് നമുക്ക് ചോദിച്ചാൽ കൃത്യമായിട്ട് എഴുതാൻ പറ്റണം. അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവരും എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ തന്നെ ഒരു വെരി ഓൾ ദ ബെസ്റ്റ്. എക്സാമൊക്കെ അടിപൊളിയായിട്ട് എഴുതിയിട്ട് പറയാൻ പറ്റട്ടെ, സാർ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റിയെന്ന്. ഓക്കെ, സാറിൻ്റെ സന്തോഷത്തിന് എല്ലാവരും എന്ത് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ഒക്കെ ചെയ്യുക. ഓക്കെ, നമുക്ക് പ്രോബ്ലം ഉണ്ട്, പ്രോബ്ലത്തിൽ കാണാം.